നടിയെ ആക്രമിച്ച കേസിൽ കോടതിയലക്ഷ്യ ഹർജിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെതിരെ ദിലീപ് കോടതിയിൽ പറയാത്ത പല കാര്യങ്ങളും ചാനലുകളിൽ പറഞ്ഞു. അടച്ചിട്ട കോടതി മുറിയിലെ വാദങ്ങൾ ചോർത്തി കോടതിയലക്ഷ്യ ഹർജികൾ ജനുവരി 12-ന് പരിഗണിക്കാൻ മാറ്റി. റിയ ബേബി തുടരുന്നുണ്ട്. റിയ, ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ അടക്കം എന്താണ് ദിലീപിന്റെ അഭിഭാഷകർ ഉന്നയിക്കുന്നത്? ദിലീപിന് വേണ്ടി എന്താണ് ഇനി നടപടിയായി ഒരു പക്ഷേ വരാൻ സാധ്യതയുള്ളത്? ഈ കോടതിയലക്ഷ്യ ഹർജികളൊക്കെ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ ഹർജികളാണ് ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിച്ചത്. അവിടെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ദിലീപിന്റെ അഭിഭാഷകർ ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചത്. കോടതിയിൽ പറയാത്ത പല കാര്യങ്ങളും ചാനലുകളിൽ പറഞ്ഞു എന്നതാണ് പ്രധാന ആക്ഷേപം. അടച്ചിട്ട കോടതി മുറിയിലെ വാദങ്ങൾ ചോർത്തി എന്നൊരു ആക്ഷേപം ഇന്ന് കോടതിയിൽ ഉന്നയിച്ചു. അതോടൊപ്പം തന്നെ ബാലചന്ദ്രകുമാർ പോലീസിന് മൊഴി നൽകുന്നതിന് മുമ്പ് ചില ചാനലുകളിൽ അഭിമുഖം നൽകി. അങ്ങനെ ഒരു സാക്ഷ്യം ഉണ്ടെങ്കിൽ അത് കോടതിയായിരുന്നു അറിയിക്കേണ്ടത് എന്നതാണ് ദിലീപിന്റെ അഭിഭാഷകൻ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. നിരവധി കോടതിയലക്ഷ്യ ഹർജികൾ ഇന്ന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ മുമ്പാകെ വന്നിട്ടുണ്ട്. ആ കേസിലെ വിധി വന്നതിന് പിന്നാലെ നടത്തിയ പരാമർശങ്ങൾ അടക്കം അതിൽ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വിശദമായ വാദം ജനുവരി 12-ന് തുടരും. അതിനുശേഷമായിരിക്കും ഇതിലൊരു കോടതി തീരുമാനത്തിലേക്ക് എത്തുക. അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ അടക്കം വലിയ ആരോപണങ്ങളാണ് ദിലീപ് ഉന്നയിക്കുന്നത്. റിയ ബേബിയാണ് വിവരങ്ങൾ നൽകിയത്.